ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ഉമ്മച്ചിയുടെ നാടായ ചിറയൻകീഴ് പോവുകയാണ് കേട്ടോ. അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. ഇപ്പം നമ്മളിതാ കൊട്ടാരം, നമ്മുടെ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഭാഗമാണ് കേട്ടോ. വ്യൂ വരുന്നൊരു ഭാഗമാണ് ഈ ഒരു സൂര്യാന്തിയൊക്കെ നിൽക്കുന്നൊരു ഭാഗം. അപ്പോൾ ഈ ഒരു അങ്ങോട്ട് ഇറങ്ങിപ്പോയി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങോട്ട് അവർ അലോഡ് അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുമാത്രമല്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് വീഡിയോസോ ഫോട്ടോസോ ഒന്നും അലോഡല്ല കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ 5ാം തലമുറ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രൈവസിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അകത്തോട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തെക്കൻ തിരുവിതാംകൂറിലെ പുരാതനമായ ഒരു രാജകൊട്ടാരമാണ് കിളിമാനൂർ കൊട്ടാരം. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ഗ്രാമത്തിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം എന്ന പേരിലാണ് ഈ കിളിമാനൂർ കൊട്ടാരം അധികവും അറിയപ്പെടുന്നത്. പച്ചപ്പും മനോഹരമായ പൂന്തോട്ടവുമുള്ള ശാന്തമായൊരു മുറ്റമാണ് നമ്മുടെ കൊട്ടാരത്തിനുള്ളിനുള്ളത്. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ അകത്തുമൊക്കെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഒരു വട്ടമെങ്കിലും ഈ കൊട്ടാരം ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കാനും അവർക്കിതൊക്കെ ഒരു കൗതുകം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിതാ കൊട്ടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചിറയൻകീഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ യാത്രയിലാണ്. അതിൻ്റെ യാത്രയിൽ കൂടിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പം അപ്പോൾ ദാ വീടെത്താറായിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണം. അപ്പം ദാ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് ഒരു മാമിയുടെ വീട് അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ആ മാമിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ നടന്നു പോവാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അംഗനവാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇതുവഴിയാണ് മാമിയുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ പോകുന്ന എല്ലാ വീട്ടിലും പട്ടികളുണ്ട് കേട്ടോ. പക്ഷേ ഗേറ്റിനകത്താണ്. നമ്മളവിടെ എത്തിയപ്പോഴേ അതിൻ്റെ കുരയിൽ തുടങ്ങി. എനിക്കാണെങ്കിൽ പട്ടികളെ ഭയങ്കര പേടി കേട്ടോ. അങ്ങൊരു പട്ടി ഇപ്പോണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ മാമി വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയ വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നേരെ വന്നത് ശാർക്കര പറമ്പിലോട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറമ്പിലോട്ട് വന്ന് എൻ്റെ കുട്ടിക്കാലം എല്ലാ വർഷവും ഞങ്ങൾ പറമ്പിൽ വരുമായിരുന്നു കേട്ടോ. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ, അന്നൊക്കെ ഗ്ലാസ്സുകൾ, ബെഡ്ഷീറ്റുകൾ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഒരുപാട് നമ്മൾ മേടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും വരുമായിരുന്നു. അപ്പോൾ ഇപ്പം കുറേ നാൾ കൊണ്ട് നമ്മളങ്ങനെ വരക്കില്ല. എന്തായാലും കഴിഞ്ഞ വർഷം പറമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഈ വർഷം വരാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഒരുപാട് സമയം അവിടെ നമുക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു. കാരണം നമുക്ക് ഇനി പിന്നെ 5 തെങ്ങ് കോട്ട കാണാൻ പോകണം. അപ്പോൾ അവിടെ ഒരു 5 മണി വരെ അവിടെ
ടൈമുള്ളൂ കേട്ടോ. അപ്പോൾ 5 മണിക്ക് മുന്നേ നമ്മളവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റുള്ളൂ, ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടങ്ങ് പോയി കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിതാ ശാർക്കര പറമ്പിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്നത് അഞ്ചുതെങ്ങ് കോട്ട കാണാനാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ അഞ്ചുതെങ്ങ് കോട്ട എത്തി. അതിൻ്റെ കയറി പോകുന്നതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാം. ഈ കോട്ടയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആ കോട്ടയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതാ ഇതിനകത്തോട്ടൊക്കെ നല്ല പച്ചപ്പും കുറേ സമയം നമുക്കവിടെ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ കേട്ടോ. കുറേ ടൈമൊക്കെ അവിടെ ഇരിക്കാൻ സമയം കിട്ടി. പിന്നെ ഇതിൻ്റെതോ ഏറ്റവും എൻഡ് ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് എടുക്കാൻ ഈ ഉമ്മച്ചിയും മാമിയും ഒന്നും സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ പോയി നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലാതെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ഈ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഇപ്പുറത്തെ ഭാഗത്തോട്ട് നിന്ന് നോക്കുന്ന ടൈമിലും കടലും കാണാൻ പറ്റും കേട്ടോ. ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇഷ്ടമുള്ളവരൊന്ന് കയറി നോക്കുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ലൈറ്റ് ഹൗസിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിന് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് 10 രൂപയാണ് വരുന്നത് കേട്ടോ. ആൾക്ക് 10 രൂപയാണ്. പിന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ലൈറ്റ് ഹൗസിൻ്റെ അകത്ത് നിന്ന് എടുക്കണമെങ്കിൽ 20 രൂപ നമ്മൾ പേ ചെയ്യണം. അത്രയേ ഉള്ളൂ. കളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ലൈറ്റ് ഹൗസിൻ്റെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ലൈറ്റ് ഹൗസിലോട്ട് കയറാനായിട്ട് പോവുക കേട്ടോ. ഉമ്മച്ചിക്ക് കയറാൻ പറ്റിയില്ല, കാരണം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പം കയറാൻ പറ്റില്ല, കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. ഉമ്മ അങ്ങനെ പാർക്കിലിരുന്ന് ആ സമയത്ത് ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴാണ് അയ്യോ ചില്ലറ സ്റ്റെപ്പൊന്നും അല്ല പൊന്നെ അതിനകത്ത്. പക്ഷേ നമ്മളിങ്ങനെ കയറി കുറേ സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ ഓരോ വിൻഡോസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു ലൈറ്റ് ഹൗസിൽ കയറണം കേട്ടോ. നല്ല സൂപ്പർ ഇതാണ് കേട്ടോ, വൈബായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. ഓരോ വിൻഡോയുടെ അടുത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റെപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു ഏണി കണക്കാണ്. ആ ടോപ്പിൽ നമുക്ക് കയറണമെങ്കിൽ പറ്റുള്ളൂ കേട്ടോ. അവിടെ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ടൊക്കെ കയറാനൊക്കെ. പിന്നെ വാപ്പ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്മൈൽ പ്ലീസ്. ആ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ, പിന്നെ നമ്മുടെ അഞ്ചുതെങ്ങ് കോട്ട. അങ്ങനെ സൂപ്പറെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കാറ്റും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. കുറേ നേരം നിൽക്കാൻ തോന്നി കേട്ടോ. ഒരുപാട് നേരമൊക്കെ നിൽക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നിന്ന് മോനൊരു മറ്റേ പമ്പരമൊക്കെ വെച്ചിട്ട് കറക്കും. ആ കാറ്റ് കൊണ്ട് അതങ്ങ് കറങ്ങും കേട്ടോ. എന്നുവെച്ചാൽ സൂപ്പർ വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് ഹൗസിൽ പോകണം കേട്ടോ. അഞ്ചുതെങ്ങ് കോട്ടയൊക്കെ ഇവിടെ നിന്നാൽ നല്ലോണം കാണാൻ പറ്റും കേട്ടോ. നല്ലതുപോലെ അങ്ങനെ ഞങ്ങളിതാ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇറങ്ങുവാണ്. ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്ന കേട്ടോ.
ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നേരെ പാർക്കിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് മക്കളെ കളിയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കടൽ കാണാനാണ് കേട്ടോ. ഇപ്പം നേരെ പോകുന്നത് കടൽ കാണാനാണ് കേട്ടോ. അപ്പോൾ എത്താറായി. ഇവിടെ ഇങ്ങനെ മണലെടുത്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ആ മണലായതുകൊണ്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സയാൻ പിന്നെ അവിടെ കിടന്ന് ഉരുളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വർക്കര പോകണം. മാമിയൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ നല്ല ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.